കഴിഞ്ഞ ദിവസം ബീഹാറിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെയാണ് NDA അധികാരത്തിൽ കയറിയത്. പക്ഷേ ഈ വിജയം ഇന്ത്യ മഹാസഖ്യത്തിന് ഒരു ചെറിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ചില NDA നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യ സഖ്യത്തെ പരിഹസിക്കുകയുണ്ടായി. ഇപ്പോഴിതാ മുൻ KPCC ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ BJP ദേശീയ കൗൺസിൽ അംഗവുമായ പത്മജ വേണുഗോപാൽ കോൺഗ്രസിനേറ്റ തോൽവിയിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് ഇന്ന് കാണുന്ന നിലയിലേക്ക് താഴ്ത്തപ്പെടാൻ കാരണം പാർട്ടിയിൽ മതിയായ നേതൃത്വം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പത്മജ കുറ്റപ്പെടുത്തി. കൂടാതെ ഇനിയെങ്കിലും മോദിയെ കുറ്റപ്പെടുത്താതെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്നും അവർ പറഞ്ഞു. സത്യത്തിൽ പത്മജയ്ക്ക് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ അധികാരമുണ്ടോ? കോൺഗ്രസിന്റെ കുടുംബ പാരമ്പര്യമുള്ള ആളായിരുന്ന പത്മജയാണ് ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറിയത്. പിതാവ് K കരുണാകരൻ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്നു. കൂടാതെ സഹോദരൻ K മുരളീധരൻ മുൻ ലോക്സഭാ അംഗവും ഇപ്പോഴും പാർട്ടി നേതാവായി തുടരുകയും ചെയ്യുകയാണ്. അത്തരത്തിൽ ഒരു കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഒരു നേതാവ്, അതും ഒരു വനിതാ നേതാവ് BJPയിലേക്ക് മാറിയത് പാർട്ടിക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. പാർട്ടിക്കുള്ളിലെ ചില അസ്വാരസ്യങ്ങളാണ് ഈ പറിച്ചുനടലിന് കാരണമെന്നാണ് പത്മജ പറയുന്നത്. എന്നാൽ പാർട്ടിക്കുള്ളിൽ ആർക്കും തന്നെ പത്മജയോട് നീരസമോ വിവേചനമോ ഉണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നു. പത്മജ കോൺഗ്രസിലായിരുന്ന സമയത്ത് BJPയെയും നരേന്ദ്രമോദിയെയും വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് വിമർശിച്ചിരുന്നത്. ഒരിക്കൽ ഭരണഘടനാ ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ കുടുംബത്തിനു വേണ്ടി കുടുംബം നടത്തുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഒരു പാർട്ടിയെ ഒരു കുടുംബം തലമുറകളായി ഭരിക്കുന്നുവെങ്കിൽ അത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന് നല്ലതല്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചിരുന്നു. അതിന് കനത്ത മറുപടിയാണ് പത്മജ അന്ന് നൽകിയിരുന്നത്. BJPക്ക് ഭരണം കിട്ടിയപ്പോൾ BJP വളർത്തിയ മുതിർന്ന നേതാവായ LK അദ്വാനിയെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു കളഞ്ഞ് പ്രധാനമന്ത്രി പദം കൈയടക്കിയ ആളാണ് മോദി എന്നാണ് അന്ന് പത്മജ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതേ മോദിയെ പുകഴ്ത്തിക്കൊണ്ടും ഒരു അച്ഛന്റെ സ്ഥാനമാണ് അദ്ദേഹത്തിന് നൽകുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് പത്മജ BJPയിലേക്ക് മറുകണ്ഠം ചാടിയത്. ഇത്തരത്തിലുള്ള ഒരാൾക്ക് കോൺഗ്രസ് പാർട്ടിയെ പരിഹസിക്കുവാനും കുറ്റപ്പെടുത്തുവാനും യാതൊരു അധികാരവുമില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇങ്ങനെ ചാടിക്കളിക്കുന്ന ഒരാളുടെ വാക്കുകൾ ജനങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുക?